അസുഖം ബാധിച്ച് കിടന്ന അച്ഛനെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഞാനൊരു വൃത്തികെട്ട മകനായിരുന്നു എന്ന് സായി അർജുനോടും സിജോയോടും ഇരുന്ന് പറയുന്നുണ്ട്. അച്ഛൻ വിദേശത്താണ് സായിയുടെ. ആ സമയത്ത് ഒരു ദിവസം വയ്യാതെ കിടന്ന സമയത്ത് എന്നെ വിളിച്ചു. അപ്പം ഞാൻ ഫോൺ എടുത്തിട്ട് എത്ര രൂപയാണ് വേണ്ടതെന്ന് മാത്രമാണ് ചോദിച്ചോളൂ. ചോദിച്ച പൈസ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അച്ഛനും അമ്മയൊക്കെ എത്ര രൂപ ചോദിച്ചാലും ഞാൻ കൊടുക്കും. പക്ഷെ രണ്ടാമത് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം ചോദിച്ച പൈസയുടെ കണക്കൊക്കെ ചോദിച്ച് അതെന്ത് ചെയ്തു, ഞാൻ ആദ്യം തന്ന 5000 രൂപ നിങ്ങൾ എന്താണ് ചെയ്തത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ച് കണക്ക് ചോദിക്കുന്ന ഒരു വൃത്തികെട്ട മകനായിരുന്നു ഞാൻ എന്ന് സായി പറയുകയാണ്. സായി പറയുന്നുണ്ട്, ഒരു ഭാര്യനെ ഞാൻ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടില്ല. അവൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു മിനിറ്റ് പോലും ഞാൻ അവളെ ശ്രദ്ധിച്ച് കേട്ടിട്ടില്ല. അവൾ അത് കൊള്ളാവോ ഇത് കൊള്ളാവോ എന്നൊക്കെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ഞാൻ അങ്ങനെ എൻജോയ് ചെയ്യുന്ന, അങ്ങനെ ഞാൻ വേറൊരു ലോകത്ത് ജീവിക്കുന്ന ഒരു വൃത്തികെട്ട, അത് തന്നെയാണ് കറക്റ്റ് പദം, വൃത്തികെട്ട മകനും ഭർത്താവും ഒക്കെ ആയിരുന്നു എന്നൊക്കെയാണ് ഇരുന്ന് സായി പറയുന്നത്. ഇവിടെ വന്ന് മൊബൈലൊന്നും ഇല്ലാതെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് എനിക്കൊരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാകുന്നത്. ഞാൻ എന്ത് വൃത്തികെട്ട മനുഷ്യനായിരുന്നു, വൃത്തികെട്ട മനുഷ്യൻ തന്നെയായിരുന്നു. ഇനി എനിക്കൊരു മനുഷ്യനായിട്ട് ജീവിക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞാൻ ഇനിയാണ് മനുഷ്യനാവാൻ പോകുന്നത്. ഞാൻ ഭാര്യയുടെ കൂടെയൊക്കെ പുറത്ത് പോയാലും ഞാൻ ഇതൊന്നും ഒരു കാര്യവും ഞാൻ എൻജോയ് ചെയ്തിരുന്നില്ല. ഞാൻ വീഡിയോ എടുക്കും, എന്നാൽ എന്താ പറയണ്ടേ, എനിക്ക് ഫിനാൻഷ്യലി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ BDS പഠിച്ചു, ഞാനൊരു ഡോക്ടറാവും എന്നാണ് എൻ്റെ വീട്ടുകാർ വിചാരിച്ചത്. പക്ഷേ എനിക്ക് പാഷൻ ക്രിക്കറ്റ് ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് വിചാരിച്ചു ചിലപ്പോൾ ഞാനൊരു ക്രിക്കറ്ററാവും ഫേമസ് ആയിട്ടുള്ളത്. പക്ഷേ ഞാൻ വർക്ക് ചെയ്യണത് സോഷ്യൽ മീഡിയയിലാണ്. പക്ഷേ ഒരു ഡോക്ടർക്കുണ്ടാകുന്ന സാലറിയും അതുപോലെ തന്നെ ഒരു ക്രിക്കറ്റർക്കുണ്ടാകുന്ന പോലത്തെ തന്നെ ഒരു പ്രശസ്തിയൊക്കെ എനിക്ക് കിട്ടിയെങ്കിലും ഞാൻ ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല എന്നൊക്കെ ഇരുന്ന് സായി പറയുന്നുണ്ട്. അപ്പോൾ സിജോ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ വൈഫ് വന്നപ്പോൾ മാറ്റി നിർത്തി ചോദിച്ചായിരുന്നു, നീ സീക്രട്ട് ഏജന്റ് ആയിട്ട് ഗെയിം കളിക്കണയാണോ ഇഷ്ടം എന്ന്. അപ്പോൾ വൈഫിനും അങ്ങനെ ഗെയിം കളിക്കണ തന്നെയായിരുന്നു ഇഷ്ടം. പക്ഷെ എനിക്ക് തോന്നുന്നത് നീ ഇപ്പോഴാണ് ഒരു മനുഷ്യനായെന്നൊക്കെ സിജോ കുറച്ച് കാട്ടുതീ ആയിട്ട് പടർന്ന് എന്താ പറയണ്ടേ മോട്ടിവേഷനൊക്കെ നൽകുന്നുണ്ട്. ഇന്നലെ ലാലേട്ടൻ പറഞ്ഞിരുന്നു, ഇവിടെ വന്നത് സീക്രട്ട് ഏജന്റ് ആണ്, പിന്നെ സായി കൃഷ്ണനായി മാറി, പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കണ്ണനായി, ഇനി എല്ലാവരും ഉണ്ണിക്കണ്ണനായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണോ എന്നറിയത്തില്ല. പുള്ളിക്കാരൻ ഉണ്ണിക്കണ്ണനാവാൻ വേണ്ടി താടിയും മീശയൊക്കെ എടുത്തിട്ടാണ് സായി ഇരിക്കുന്നത്. എന്നാൽ സായി ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അടുക്കളയിൽ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന ജാസ്മിൻ പറയുന്നുണ്ട്, സായി ഇതൊക്കെ നിന്റെ ഗെയിം അല്ലേ എന്ന്. നീ എത്ര തവണ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്നെ ആരും നോമിനേറ്റ് പോലും ചെയ്യാറില്ല, ഇതൊക്കെ നിന്റെ ഗെയിം അല്ലേ സായി, നീ ഒന്ന് പറഞ്ഞേ, നീ എത്ര തവണ നോമിനേഷനിൽ വന്നിട്ടുണ്ട്, നിനക്ക് മറ്റേ ഇത് കിട്ടി, ഡയമണ്ട് കിട്ടി, എന്നിട്ട് നീ അത് ശ്രീരേഖ ചേച്ചിക്ക് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നീ ഇതൊക്കെ ശ്രീരേഖ ചേച്ചിക്ക് കൊടുത്തോ? ശ്രീരേഖ ചേച്ചി ഔട്ടായി പോകുന്നത് നിനക്ക് ഉറപ്പായിരുന്നുകൊണ്ട് നീ പറഞ്ഞതാണ്, ഇത് നിന്റെ ഗെയിം അല്ലേ സായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സായി അതെ ഗെയിമാണെന്ന് അക്സെപ്റ്റ് ചെയ്ത് വിടുകയാണ്. അപ്പോഴും കുറച്ചും കൂടെ സംസാരിക്കാൻ ജാസ്മിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സായി ആണെങ്കിൽ സമ്മതിച്ചു, എന്തേ എന്ന് ചോദിച്ച ആ ഒരു കോൺവെർസേഷൻ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടാണ് ചോദിക്കുന്നത്, സീക്രട്ട് ഏജന്റിന്റെ ഗെയിം ആണോ ഇത്? ആള് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പൊ ജാസ്മിൻ പറഞ്ഞ പോലെ ഇത് ഗെയിം കളിച്ചതാണ് എന്ന് പുറത്തിറങ്ങിയിട്ട് പറയുമോ, ഇതെന്റെ ഗെയിം ആയിരുന്നു, ഞാൻ പഴയ സീക്രട്ട് ഏജന്റ് തന്നെയാണ്, എനിക്ക് അങ്ങനെ നിൽക്കണമായിരുന്നു എന്ന് പറയുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒന്നൊന്ന് കമന്റ് ചെയ്യാമോ? എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ സായിയുടെ ഗെയിം ആയിട്ടാണ്. ചില മാറ്റങ്ങളൊക്കെ സായിക്ക് വന്നിട്ടുണ്ടായിരിക്കും, അതിനോട് ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ കുറച്ച് ഗെയിം ആയിട്ടാണ് തോന്നുന്നത്.